Hi, hello, welcome to Gossip Girls. Let's spill some hot tea. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മീഡിയാസിന്റെ പ്രൈവറ്റ് ലൈഫ് ഇൻവേഷനെ കുറിച്ചാണ്. നമ്മളിൽ പലരും മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ ലൈഫ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഇവന്റ്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ വളരെയധികം ക്യൂരിയസ് ആകാറുണ്ട്. പണ്ടൊക്കെ മാസികകളിലോ അല്ലെങ്കിൽ വിരളമായി വരുന്ന ഇന്റർവ്യൂവിൽ മാത്രം കാണുന്ന സെലിബ്രിറ്റി ലൈഫ് ഇന്ന് അവരുടെ പല രീതിയിലുള്ള പ്രൈവറ്റ് മൊമെന്റ്സ് നമ്മളുടെ മുമ്പിൽ വളരെയധികം ഓപ്പണായി തന്നെ ഷോക്കേസ് ആകാറുണ്ട്. ഇതിൽ പലതും അതിര് കടക്കാറുമുണ്ട്. സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരും മനുഷ്യരാണ്, അവർക്കും പ്രൈവസി ഉണ്ട് എന്ന് ഇത്തരം മീഡിയാസ് കൺസിഡർ ചെയ്യാറില്ല. അവരുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടി മറ്റുള്ളവരുടെ പ്രൈവറ്റ് ലൈഫിൽ യാതൊരു കൺസിഡറേഷനും ഇല്ലാതെ ഇടിച്ചു കയറുന്നു. ഇത് ഓൺലൈൻ മീഡിയാസ് മാത്രമല്ല, ഇവിടുത്തെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസും അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ന്യൂസ് പലപ്പോഴും നന്നായി പോപ്പുലർ ആകാറുണ്ട്. മീഡിയാസ് എന്നത് സൊസൈറ്റിയുടെ ഒരു മിയർ റിഫ്ലക്ഷൻ എന്ന് പറയാറില്ലേ, അത് തന്നെ. പലപ്പോഴും ഒരു റെലവൻസും ഇല്ലാത്ത ന്യൂസ് ആണ് ജനശ്രദ്ധ ആകർഷിക്കാറും പോപ്പുലറായി പലപ്പോഴും വൈറലാകാറുമുള്ളത്. ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം ചാനൽസ് പോലും ഇത്തരത്തിലുള്ള ന്യൂസ് എലിവേറ്റ് ചെയ്ത് കാട്ടാറുണ്ട്. ന്യൂസ് വാല്യൂ ഉള്ള കണ്ടന്റ് കുറവായത് കൊണ്ടല്ല, മറിച്ച് ഇത്തരം കണ്ടന്റ്സിന് വ്യൂസ് കുറവായത് കൊണ്ടാണ്. ഈയിടെ ഇത്തരത്തിൽ മീഡിയാസിന്റെ ഇരയായി മാറിയ വ്യക്തിയാണ് ട്രിവാൻഡ്രം സബ് കളക്ടർ OV ആൽഫ്രഡ്. ഗോപൻ സ്വാമിയുടെ സമാധിയിലൂടെ ആൾ വളരെ ഫേമസ് ആയി. ആൾക്ക് വേണ്ടി കുറെ പേർ ഫാൻ പേജും തുടങ്ങി. ഇത് വളരെ മോശം പ്രവണതയാണ്. അദ്ദേഹം കൃത്യനിർവഹണം നടത്തിയതിനോ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ UPSC ക്ലിയർ ചെയ്തതിനോ അല്ല ഫാൻ ഉണ്ടായത്, മറിച്ച് അദ്ദേഹത്തിന്റെ ലുക്സും ഫിസിക്കൽ അപ്പിയറൻസും കൊണ്ടാണ്. ഓരോ അവസ്ഥകളെ ഫാൻ പേജും മറ്റും പോട്ടേന്ന് വെക്കാം. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ബട്ട് സബ് കളക്ടർ ഇതിനെ വളരെ കാം ആൻഡ് മെച്ചൂർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു, വിച്ച് ഷുഡ് ബി പ്രൈസ്ഡ്. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഇൻവേഡ് ചെയ്ത് കയറുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ലൈഫിലാണ് ഇത്തരത്തിൽ ഓരോരുത്തരും ഇടിച്ചു കയറുന്നെങ്കിലോ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇവന്റ്സ് നടക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പുറകെ ക്യാമറകളുമായി നടക്കുകയാണ് ഓരോരുത്തർ ചെയ്യുന്നതെങ്കിലോ, നിങ്ങൾ എങ്ങനെയാകും റിയാക്ട് ചെയ്യുക? ഇവിടെ ഇതിനെതിരെ സംസാരിക്കുന്നവരെ ജാടക്കാരായും അഹങ്കാരികളായുമാണ് ഈ മാധ്യമ സുഹൃത്തുക്കൾ പോർട്രേ ചെയ്യുന്നത്. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇൻവേഡ് ചെയ്ത് കയറുന്നതാണോ മാധ്യമധർമ്മം? ഈയിടെ ഫേമസ് ആയ മൊണാലിസ എന്ന പെൺകുട്ടിയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. അവരുടെ ജീവിതമാർഗം വരെ ഇത്തരത്തിലുള്ള മീഡിയാസ് തടസ്സപ്പെടുത്തി. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ന്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പലപ്പോഴും ഇത്തരത്തിലുള്ള ന്യൂസിന്റെ ഇടയിൽ പ്രാധാന്യം അർഹിക്കുന്ന പല ന്യൂസുകളും മുങ്ങിപ്പോകാറുണ്ട്. അതൊന്ന് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോയെ പറ്റിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. That's it for the video. If you like this video, please do like, comment and share. For more videos, do subscribe and enable the bell button. Thank you.